ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിയാണല്ലോ, ഞാൻ കുറച്ച് ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ മെഷീൻ ലേണിംഗിന്റെ കുറെ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയത്. അതായത് ക്രോസ് വാലിഡേഷൻ, അതായത് വി ഫോക്കസ്ഡ് ഓൺ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. അതായത് കെ എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. യൂഷ്വലി ഇറ്റ് ഈസ് ലൈക്ക് 5 or 10 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. അതായത് ട്രെയിനിങ് ഡാറ്റ തന്നെ നമുക്ക് കെ സബ്സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ ഒരു സെറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ച് ബാക്കി മാത്രം ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ അത് കെ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. അപ്പൊ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ഫിറ്റിംഗ്, അണ്ടർ ഫിറ്റിംഗ് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അത് ഓവർ ഫിറ്റിംഗ് ഡീൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു മാർഗമാണ്. പിന്നെ അങ്ങനെ റെഗുലറൈസേഷനും ബാക്കി ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, നമ്മൾ കുറെ മെത്തേഡ്സ് കണ്ടല്ലോ. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, റെഗുലറൈസേഷൻ, ക്രോസ് വാലിഡേഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് എല്ലാ മെഷീൻ ലേണിംഗ് മോഡൽസിലും നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ്. ആരും അത് ചെയ്യാതെ വിടത്തില്ല. മറ്റേ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, റെഗുലറൈസേഷൻ, ഇത് രണ്ടും നമുക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയുന്നുള്ളൂ. ബട്ട് ബൈ ഡിഫോൾട്ട് ക്രോസ് വാലിഡേഷൻ ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ദയർ. അപ്പം നമുക്ക് ആദ്യം ഈ ക്യാരറ്റ് ലൈബ്രറിയിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഓക്കെ, അപ്പം ഈ ഡാറ്റ നമ്മൾ ആദ്യം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ കോഡ് ഷെയർ ചെയ്തില്ല, ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് അധികം ഒത്തിരി കോഡിംഗ് ഇല്ല. ഇത് ബേസിക്കലി ക്യാരറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉള്ള കുറെ ആ ഒരു സിൻടാക്സ് ഒന്ന് പരിചിതമാക്കാനായിട്ടാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് ഇതുവരെയുള്ള ആറിന്റെ എൻവയോൺമെന്റ് ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ലോഡ് ചെയ്താൽ basically we can get the entire workspace over here. You don't have to rerun all the codes before. അപ്പം ഈ ട്രെയിനിങ്ങിലോട്ട് കിടക്കുമ്പം നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റ് ലൈബ്രറിയാണ്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാതെ അത് നടക്കത്തില്ല. അപ്പം ആദ്യം ഇതെന്ന് പറഞ്ഞാൽ ക്രോസ് വാലിഡേഷൻ നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാന്ന് പറയണം. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു ഡു എനി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. ഓക്കെ, we are not going to do any mathematical operation, but we are just defining what type of cross validation we want to use during training. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ക്യാരറ്റിലെ ഫംഗ്ഷൻ ആണ് ഈ ട്രെയിൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഈ ട്രെയിൻ കൺട്രോളിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വിത്ത് ദ ഫംഗ്ഷൻ നെയിം അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഹെൽപ്പ് ഡോക്യുമെന്റേഷൻ വരും. അപ്പം ഇത് കുറച്ച് പരിചിതമായാലും ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ബേസിക്കലി ഇത് സ്ട്രക്ചർ ഇല്ല, എല്ലാ ഫംഗ്ഷന്റെയും ഡോക്യുമെന്റേഷൻ സ്ട്രക്ചർ സെയിം ആയിരിക്കും. അതായത് ആദ്യം അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണും, കൺട്രോൾ ദ കമ്പ്യൂട്ടേഷണൽ ന്യൂവാൻസസ് ഓഫ് ട്രെയിൻ ഫംഗ്ഷൻ. ട്രെയിൻ ഫംഗ്ഷൻ ആണ് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഈ ട്രെയിൻ കൺട്രോളിന് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ്, ആദ്യത്തെയാണ് ഈ മെത്തേഡ് എന്താണെന്നുള്ളതാണ്, മെത്തേഡിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആണ് നമ്പർ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ വരും, അത് എന്താണെന്നുള്ളതൊക്കെ. അപ്പൊ ഈ മെത്തേഡ് എന്നുള്ളതാണ് മെയിൻ ആർഗ്യുമെന്റ്. അതില് ഈ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ആർ ദയർ. സോ ദീസ് ആർ ഓൾ ആക്ച്വലി ഡിഫറെന്റ് ക്രോസ് വാലിഡേഷൻ മെത്തേഡ്സ്. ഈ ബൂട്ട് എന്ന് പറയുന്നത് ബൂട്ട് 632 ഇതെല്ലാം ബൂട്ട് സ്ട്രാപ്പിംഗ് റീസാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് ക്രോസ് വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അത് ബൈ ഡിഫോൾട്ട് ബൂട്ടാണ് ക്യാരറ്റ് പാക്കേജ് ഉപയോഗിക്കുന്നത്. ബട്ട് വി ആർ ഗോയിങ് ടു യൂസ് ദിസ് CV മെത്തേഡ്. അത് നമുക്ക് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ CV മെത്തേഡ്. പിന്നെയുള്ളത് റിപ്പീറ്റഡ് CV ഈസ് ഓൾസോ ദ സെയിം തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ട്രെയിനിങ് വിൽ ഗെറ്റ് റിപ്പീറ്റഡ് അഗെയിൻ അഡീഷണൽ K നമ്പർ ഓഫ് ടൈംസ്. അത് വലിയ വ്യത്യാസമില്ല CVയും റിപ്പീറ്റഡ് CVയും തമ്മിൽ. ഈ LOOCV എന്ന് പറയുന്നത് ലാസ്റ്റ് ഒബ്സർവേഷൻ ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ എന്ന് പറയും. LOOCV, ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ. അത് ആക്ച്വലി കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ തന്നെയാണ്.
It is just that in this case, in LWCV, the K is actually equal to the number of observations in the training set. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പേര് ലീവ് വൺ ഔട്ട് എന്നാണല്ലോ. അപ്പം ലീവ് വൺ ഔട്ട്, അതായത് ഒറ്റ റെക്കോർഡ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ട്രെയിൻ ചെയ്യുന്നു. എന്നിട്ട് ആ ബാക്കി വെച്ച ആ ഒറ്റ സാമ്പിളിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എത്രയാണ് വരുന്നതെന്ന് നോക്കുന്നു. അങ്ങനെ അത് ബേസിക്കലി ഇറ്റ് ഷുഡ് റിപ്പീറ്റ് ഓവർ ദ എൻറ്റയർ സാമ്പിൾ. അപ്പോൾ ഇപ്പോൾ 1000 പേഷ്യൻസ് ആണ് നിങ്ങളുടെ ഡേറ്റയിൽ ഉള്ളതെങ്കിൽ this is basically, you can think of it like 1000-fold cross validation. It is also a k-fold cross validation, but it will only take one record out of the original training set for doing the cross validation. All the n-1 records it will train on. So അതാണ് ഈ LWCV. LGOCV അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അത് നോക്കണം. അപ്പം ഈ 3 മെത്തേഡ്സ് ജനറലി ഒത്തിരി പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. CV, റിപ്പീറ്റഡ് CV, LWCV. LWCVയുടെ പോപ്പുലാരിറ്റി വളരെ കുറവാണ് ഇപ്പം. എമംഗ് ദ 3, CV ആൻഡ് റിപ്പീറ്റഡ് CV ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്രോസ് വാലിഡേഷൻ മെത്തേഡ്സ്. അപ്പൊ അത് നമ്മളിപ്പം k-fold ക്രോസ് വാലിഡേഷനിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ 5-fold ക്രോസ് വാലിഡേഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ട്രെയിൻ കൺട്രോൾ ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് മെത്തേഡ് നമ്മൾ സജസ്റ്റ് ചെയ്യണം. മെത്തേഡ് ഈസ് ഈക്വൽ ടു CV. CV എന്ന് പറയുന്നത് ക്രോസ് വാലിഡേഷൻ ഫോർ k-fold ക്രോസ് വാലിഡേഷൻ്റെ ആ ഒരു കീ വേർഡാണ് CV എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്പർ ആർഗ്യുമെന്റ് ആണ് നമുക്ക് എത്ര ഫോൾഡ് വേണം എന്നുള്ളത്. അപ്പം ഐ എം ഗോയിങ് ടു ഗീവ് ഇറ്റ് ആസ് 5. ക്ലാസ് പ്രോബബിലിറ്റീസ്, ഇത് ഈ ആർഗ്യുമെന്റിന്റെ ആവശ്യമില്ല. ഐ എം ജസ്റ്റ് ഷോയിങ് ഇറ്റ് ബിക്കോസ് ഞാൻ അതിൻ്റെ അകത്തോട്ട് പിന്നെ വരുന്നുണ്ട്. അത് നമുക്കിപ്പം അക്യുറസി അല്ലാതെ വേറൊരു പാരാമീറ്റർ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഈ ക്ലാസ് പ്രോബബിലിറ്റി വാല്യൂ ഷുഡ് ബി ഗിവൺ ആസ് ലൈക്ക് ദിസ്, ട്രൂ. അപ്പം അത് പിന്നെ വരാം. അപ്പം ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അത് ക്ലാസ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫോൾസ് തന്നെയാണ്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഫോൾസ് ബൈ ഡിഫോൾട്ട്. സി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ ക്ലാസ് പ്രോബബിലിറ്റീസ് ഇത് വരും. ഇതല്ല, ക്ലാസ് പ്രോബബിലിറ്റീസിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഷുഡ് ക്ലാസ് പ്രോബബിലിറ്റീസ് ബി കമ്പ്യൂട്ടഡ് ഫോർ ക്ലാസിഫിക്കേഷൻ മോഡൽസ്. അപ്പോൾ അത് ഇവിടെ ഇതിന്റെ യൂസേജ് നോക്കുവാണെങ്കിൽ അതിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്താണെന്ന് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾറെഡി ഫോൾസ് ബൈ ഡിഫോൾട്ട്. സി ക്ലാസ് പ്രോബബിലിറ്റീസ് ഓൾറെഡി ഇറ്റ് ഈസ് ഫോൾസ് ബൈ ഡിഫോൾട്ട്, അതായത് അത് ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പം ബേസിക്കലി അതിന്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതങ്ങ് റിമൂവ് ചെയ്യുവാണെങ്കിലും ഇറ്റ് വിൽ വർക്ക് ഇൻ ദ സെയിം വേ ആസ് ഇന്റൻഡഡ്. ഞാനത് ജസ്റ്റ് അത് ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന്റെ ആവശ്യമില്ല. അപ്പം ഇറ്റ് വിൽ സിംപ്ലി ടേക്ക് ഇറ്റ് ആസ് ഫോൾസ് ബിക്കോസ് ദ ഡിഫോൾട്ട് വാല്യൂ ഇറ്റ് സെൽഫ് ഈസ് ഫോൾസ്. അപ്പം ഇത് നമ്മൾ ഫിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു R ഒബ്ജക്റ്റിലോട്ടാണ് നമ്മൾ ഇതിന്റെ ഈ k-fold ക്രോസ് വാലിഡേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. അപ്പം ഇത് ജസ്റ്റ് ഇറ്റ് ഈസ് ഡിഫൈനിങ്, സോ ഇറ്റ് വിൽ റൺ ഇൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അപ്പം ഇപ്പം നമുക്കത് ഇത് കിട്ടി. We have defined the fit control. So if you print fit control, you can see what are the different components inside the fit control. ഇത് ഇച്ചിരി ഒരു jargon ആണ്, but basically it will basically tell the R to, okay, the method suggested is CV, the number is 5, those kind of things. ഇപ്പം നമ്മളത് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഐ തിങ്ക് ഐ ഡിഡ്ന്റ് റൺ ദ സീഡ്. ഓക്കെ, ഐ നീഡ് ടു റൺ ദിസ്. സോ സീഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം സീഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു തിങ്ക് അബൌട്ട് k-fold ക്രോസ് വാലിഡേഷൻ, യു ക്യാൻ ആക്ച്വലി there are multiple different choices of dividing a data set into 5 different subsets, right? അപ്പം നമ്മൾ ഓരോ തവണയും അതൊരു റാൻഡം പ്രോസസ്സാണ്. അപ്പം ആ റാൻഡം പ്രോസസ്സ് ഓരോ തവണയും നമ്മളിത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം സബ്സെറ്റ് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സീഡ് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഈ സീഡ് കൊടുക്കുകയാണെങ്കിൽ if we do fit control multiple number of times, that data will not change during training. അപ്പോൾ അതൊരു ഭയങ്കരമായ പ്രധാനപ്പെട്ട ഒന്നുമില്ല. ബട്ട് യൂഷ്വലി നമ്മൾ ഈ പ്രൊഡക്ഷൻ എൻവയോൺമെന്റിലോ അല്ലെങ്കിൽ ഡീബഗിങ്ങിനൊക്കെ പോകുമ്പം നമ്മൾ ഈ എറർ അല്ല എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സീഡ് ഇല്ലെങ്കിൽ പ്രശ്നമാകും. കാരണം സിംപ്ലി ബിക്കോസ് ദ ഡേറ്റ ദാറ്റ് വിൽ ഗെറ്റ് ട്രെയിൻഡ് വിൽ ബി ഡിഫറെന്റ്
simply because the different subsets are different in different runs, run of the R program. അപ്പോൾ അത് സെയിം സാധനം തന്നെ ആക്കാനാണ് ഈ സീഡ് കൊടുക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ട്രെയിൻ ഫംഗ്ഷൻ ആണ് ക്യാരറ്റിലെ ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. സോ ദിസ് ബേസിക്കലി takes the first argument is basically you have to give a formula എന്ന് പറയുന്നത് it is just meant to tell the R program to know we are basically telling the R program that this is the target variable and which are the predictor variables. അപ്പോൾ ഇപ്പം ഈ ഫോർമുല എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി അത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോർമുല എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് KIQ022 then followed by a tilde. അപ്പം ആദ്യത്തെ ഇതാണ് നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ. സോ ദിസ് വേരിയബിൾ ബേസിക്കലി ക്യാരീസ് ദ ഇൻഫർമേഷൻ ഓഫ് വെദർ ദ പേഷ്യന്റ് ഹാഡ് എ കിഡ്നി ഡിസീസ് ഓർ നോട്ട്. സോ അതിന്റെ വാല്യൂസ് എല്ലാം 1s and 0s ആണ്. അപ്പം അത് ഇതിന്റെ സമ്മറി എടുക്കുവാണെങ്കിൽ സമ്മറി നമുക്ക് അതിൻ്റെ അകത്ത് കാണാം എത്ര പേഷ്യൻസിന് ഔട്ട് ഓഫ് അറൌണ്ട് 9,000 plus patients, 322 are having kidney disease and the rest of them didn't report to have any kidney disease. അപ്പൊ അതാണ് നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ. ബാക്കിയെല്ലാം ഇതിപ്പം 10 ഉണ്ട്. അതായത് ദിസ് ഈസ് ദ ജെൻഡർ, ദിസ് ഈസ് ഏജ്, then we have some biochemical values, this is second last one is BMI, ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി, the number of minutes of sedentary activity in a day. അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഔട്ട്ലെയർ ഒക്കെ പറഞ്ഞപ്പം അതിൻ്റെ അകത്ത് കുറെ ഔട്ട്ലെയർ കണ്ടുപിടിച്ച് നമ്മൾ അത് റിമൂവ് ചെയ്തായിരുന്നു. നോട്ട് റിമൂവ്, we basically replaced the outlier values by NA and then imputed it. ഇനി ട്രെയിൻ 1, ട്രെയിൻ 2, ട്രെയിൻ 3 എന്ന് പറഞ്ഞ് നമുക്ക് മൾട്ടിപ്പിൾ ട്രെയിനിങ് സെറ്റ് ഉണ്ട് അല്ലെ. അപ്പം അതെല്ലാം ഡിഫറെന്റ് ഇമ്പ്യൂട്ടേഷൻ മെത്തേഡ്സ് ആണ്. അതായത് ട്രെയിൻ 1 നമ്മൾ ഉപയോഗിച്ചത് KNN ഇമ്പ്യൂട്ടേഷൻ ആണ്. ട്രെയിൻ 2 ഉപയോഗിച്ചത് റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ ആണ്. പിന്നെ ട്രെയിൻ 3 ഉപയോഗിച്ചത് സിമ്പിൾ മീഡിയൻ ഇമ്പ്യൂട്ടേഷൻ ആണ്. അപ്പൊ അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഡേറ്റ സെയിം ആണ്, ജസ്റ്റ് ദ ഇമ്പ്യൂട്ടേഷൻ ടെക്നിക് വാസ് ഡിഫറെന്റ്. പിന്നെ ഈ മെത്തേഡ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇതാണ് ബേസിക്കലി ഏത് അൽഗോരിതം ആണ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിക്കേണ്ട അൽഗോരിതം ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി ദാറ്റ് മെത്തേഡ്. അപ്പൊ ഇവിടെ ഈ GLM എന്ന് കൊടുക്കുന്നത് ജനറലൈസ്ഡ് ലീനിയർ മോഡൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ലോജിസ്റ്റിക് റിഗ്രഷൻ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ജനറലൈസ്ഡ് ലീനിയർ മോഡൽസ്. അപ്പം മെത്തേഡ് ഈക്വൽ ടു GLM ആൻഡ് ദെൻ ഇഫ് യു സജസ്റ്റ് ഫാമിലി ഈക്വൽ ടു ബൈനോമിയൽ ദെൻ ദ R പ്രോഗ്രാം വിൽ നോ ദാറ്റ് the algorithm that needs to be used is a logistic regression. അതാണ് ആക്ച്വലി the most basic supervised classification machine learning algorithm, logistic regression. അപ്പൊ നമ്മൾ അതാണ് ഇതിന്റെ അകത്ത് ഇത് കൊടുക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ കൺട്രോൾ, ഇതാണ് ബേസിക്കലി ക്രോസ് വാലിഡേഷൻ എങ്ങനെ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഫിറ്റ് കൺട്രോൾ ഇവിടെ ഡിഫൈൻ ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ അത് ഏത് വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നുള്ളത് ഇവിടെ ഈ we just need to assign that variable with the TR control argument. Then metric that we are interested in right now is the accuracy of the model. അതായത് ആകെയുള്ള റെക്കോർഡ്സിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അക്യുറസി, നമ്മുടെ കോൺസെൻട്രേഷൻ. ആൻഡ് വി വാണ്ട് ടു മാക്സിമൈസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓരോ ഇറ്ററേഷനിൽ കൂടെയാണല്ലോ പോകുന്നത്. ഓരോ ഇറ്ററേഷനിലും ഇറ്റ് വിൽ അപ്ഡേറ്റ് ദ വെയ്റ്റ്സ് ഓഫ് ദ പ്രെഡിക്റ്റർ വേരിയബിൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ ആ വെയിറ്റ് ഓരോ അപ്ഡേഷനിലും ആ ഒരു എറർ കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എറർ കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യുറസി കൂടുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. സോ ബേസിക്കലി മാക്സിമൈസിങ് അക്യുറസി ഈസ് സെയിം ആസ് മിനിമൈസിങ് ദ എറർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആണ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ആർഗ്യുമെന്റ്. ഇപ്പൊ ഇത് ഇത്രയും ഇംപ്ലിമെന്റേഷൻ ഈസ് നോട്ട് ലൈക്ക് വെരി ഗ്രൂസം. കാണുമ്പം കൂടുതലും നമ്മൾ ഈ ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങിലൊക്കെയാണ് ഒത്തിരി മാനുവൽ സ്റ്റെപ്പുകളും നമ്മൾ അതിനായിട്ട് കോഡുകളും ഒത്തിരിയൊക്കെ എഴുതേണ്ടത്. ഈ മെഷീൻ ലേണിംഗ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇറ്റ് ഈസ് ലൈക്ക് മോർ ഓർ ലെസ് വെരി സ്റ്റാൻഡേർഡ് പ്രോസസ് അല്ലെ. അപ്പൊ എല്ലാ
സ്റ്റാൻഡേർഡ് പ്രോസസ്സും നമുക്ക് ഈസിലി ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് കോഡിൽ കൂടെ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഈ ക്യാരറ്റ് ഫംഗ്ഷൻ ട്രെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് ടു ബിൽഡ് ഓൾ ദ ഇക്വേഷൻസ് ആൻഡ് ഓൾ ബൈ സ്ക്രാച്ച്. അപ്പം സോ ഇഫ് യു റൺ ദിസ് മോഡൽ ML മോഡൽ 1.1 അങ്ങനെയാണ് നമ്മൾ പേര് കൊടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് എ സിമ്പിൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ആൻഡ് അവർ ഡാറ്റ ഈസ് നോട്ട് ദാറ്റ് ഹ്യൂജ്. എനിക്ക് തോന്നുന്ന ഒരു മീഡിയം സൈസ്ഡ് ഡാറ്റ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ ഒരു 9000 ഒബ്സർവേഷൻസ് ഉള്ളത്. അപ്പോൾ ഇറ്റ്സ് ഓൾറെഡി ഗോട്ട് കംപ്ലീറ്റഡ്. ഇനിയിപ്പം നമുക്ക് 3 ട്രെയിനിങ് സെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് ട്രെയിൻ 1 ആയിരുന്നു, മറ്റേത് ട്രെയിൻ 2. അതുപോലെ തന്നെ ഇത് 3ഉം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ വി ആർ ജസ്റ്റ് ഗിവിംഗ് ഡിഫറെന്റ് നെയിംസ് ഡിപ്പെൻഡിങ് ഓൺ ദ imputation method, just to see is there any difference between the model performance. അപ്പോൾ ഇപ്പോൾ ഇത് ആക്ച്വലി ഈ 3 എണ്ണവും ആക്ച്വലി ഇപ്പം കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ ജസ്റ്റ് ഈ മോഡല് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. അതായത് ഇപ്പം ML മോഡൽ 1.1. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് അൽഗോരിതമാണ് നിങ്ങൾ ഉപയോഗിച്ചത്, ആകെ എത്ര സാമ്പിളുകൾ ഉണ്ടായിരുന്നു, ആകെ എത്ര പ്രെഡിക്റ്ററുകൾ ഉണ്ടായിരുന്നു, എത്ര ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് 2 എണ്ണമാണ്, അതായത് 0 1. കിഡ്നി ഡിസീസ് ഈസ് പ്രസന്റ് ഓർ നോട്ട്, അതാണ് ഈ 2 ക്ലാസ് ഉണ്ടെന്ന് പറയുന്നത്. പ്രീ പ്രോസസ്സിങ്, ഇവിടെ നോ പ്രീ പ്രോസസ്സിങ് വരുന്നതിന്റെ കാരണം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ക്യാരറ്റിനകത്ത് തന്നെ നമുക്ക് ഈ പ്രീ പ്രോസസ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ട്രെയിൻ ഫംഗ്ഷൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് ദെയർ. സോ വി ഡിഡ്ന്റ് ഗീവ് എനി പ്രീ പ്രോസസ്സിങ് ഓപ്ഷൻ ഇൻ ദെയർ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെയിങ് നോ പ്രീ പ്രോസസ്സിങ്. പക്ഷെ നമ്മൾ ഒത്തിരി പ്രീ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതെല്ലാം ഈ ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാരറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് നോ പ്രീ പ്രോസസ്സിങ് എന്ന് ഇപ്പം വരുന്നത്. It is just meaning that within the train function we didn't opt for any pre-processing. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോസ് വാലിഡേഷൻ എന്താണ്, അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം, 5 ഫോൾഡ്. പിന്നെ ഈ സാമ്പിൾ സൈസുകൾ, അതായത് ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 5 ഫോൾഡ് ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 5 എണ്ണം ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 4 എണ്ണമാണ് ട്രെയിനിങ് സെറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ദിസ് ഈസ് ബേസിക്കലി ദ ട്രെയിനിങ് സൈസ് ഓഫ് ദ ഫസ്റ്റ് ഫോൾഡ്. അങ്ങനെ 5 ഫോൾഡ് കാണും. അപ്പോൾ അതിൻ്റെ അകത്തെ ഓരോന്നിൻ്റെയും സൈസാണ്. അത് ഇറ്റ് വിൽ ബി മോർ ഓർ ലെസ് സെയിം, എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. 7246, 7245, 47 അങ്ങനെ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ റിസൾട്ടുകളാണ്, അക്യുറസിയും കാപ്പെ. വി വിൽ ഗോ ഇൻ ടു വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ് ലേറ്റർ. സോ അക്യുറസി ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ 0.964. അത് ആക്ച്വലി ഓക്കെ, ദറ്റ് ഈസ് ലൈക്ക് 96.4% അക്യുറേറ്റ്. അപ്പം ഓക്കെ, അത് വളരെ നല്ലൊരു സ്കോറാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒത്തിരി ന്യൂആൻസസ് ഉണ്ട്, അതിൻ്റെ അകത്തോട്ടും നമ്മൾ നേരത്തെ വരും. അപ്പം ഇത് ജസ്റ്റ് ഒരു സമ്മറി ഓഫ് ദ മോഡലാണ്. അതുപോലെ തന്നെ മറ്റേ 2 മോഡലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റിൽ ഗെറ്റ് ദാറ്റ് സെയിം തിങ്. സോ ഇവിടെ നമുക്ക് ഈ രണ്ടാമത്തെ മോഡല് ബേസിക്കലി റാൻഡം ഫോറസ്റ്റ് imputation ഉപയോഗിച്ചപ്പം it is saying 96.4% accurate. Now this is basically the median imputation. So this is 96.43. More or less it is very similar, but small differences are there. ഇതിൻ്റെ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഇതുവരെ ട്രെയിനിങ് സെറ്റിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ അക്യുറസി എന്ന് പറയുന്നത്, ഈ വാല്യൂ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് ദ അക്യുറസി ഓൺ ട്രെയിനിങ് സെറ്റ്. അപ്പോൾ ഇതല്ല ശരിക്കും പറഞ്ഞാൽ മോഡൽ വാലിഡേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ജസ്റ്റ് ടു സീ ദ ഫൈനൽ അക്യുറസി ഫ്രം ദ മെഷീൻ ലേണിംഗ് ട്രെയിനിങ് സെറ്റ് ഡാറ്റ. നമുക്കതല്ല വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡോളർ റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ്, ഒരു മെത്തേഡ് ആഡ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ദിസ് ഡിഫറെന്റ് അക്യുറസി, കാപ്പ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ അക്യുറസി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ കാപ്പ, അത് കിട്ടും. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പം മൾട്ടിപ്പിൾ ഫോൾഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നാണ് ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. സോ ഓരോ ഫോൾഡും ടെസ്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഡിഫറെന്റ് accuracy measures. So this accuracy standard deviation is very less, 0.00097. That just means that between different folds there isn't much variation in the accuracy scores. അതുപോലെ തന്നെയാണ് ഈ കാപ്പ എന്ന് പറയുന്ന മെട്രിക്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഈ കാണുന്നത്. അത് ആക്ച്വലി ഇറ്റ് ഹൈ ആണ്, ബിക്കോസ് ഇഫ് യു കമ്പയർ വിത്ത് ദ 0.05, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾസോ ഈസ് ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ അത് ഇച്ചിരി ഒരു വേരിയേഷൻ ഉണ്ട്. സോ
ഈ അബ്സല്യൂട്ട് വാല്യൂ നോക്കിയല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഭയങ്കര ഒത്തിരി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യു ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദ ഒറിജിനൽ ഓവറോൾ സ്കോർ. അപ്പോൾ ഇത് 0.96 വെച്ച് 0.0097 എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലോ. ബട്ട് വെൻ യു കമ്പയർ ദിസ് 0.058 വിത്ത് 0.051, that is actually a big variation. ഓക്കെ, അപ്പൊ ഇനിയിപ്പം നമ്മൾ ഇത് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ടെസ്റ്റിംഗ് സെറ്റ് വാലിഡേഷൻ. സോ ഓൾറെഡി വി ഹാവ് ദ 3 ഡിഫറെന്റ് ടെസ്റ്റിംഗ് സെറ്റ് ഓൾസോ, ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3. അപ്പൊ അതിന്റെ അകത്ത് ഈ പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. സോ വി ജസ്റ്റ് നീഡ് ടു യൂസ് ദ പ്രിഡിക്റ്റ് ഫംഗ്ഷൻ. ഈ പ്രിഡിക്റ്റ് ഫംഗ്ഷന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ് വി ഹാവ് ടു ഗീവ് ദ ട്രെയിൻഡ് മോഡൽ. അപ്പോൾ ഇതിന്റെ ഇതാണ് ട്രെയിൻഡ് മോഡലിന്റെ ആർ ഒബ്ജക്റ്റ്. സോ വി ജസ്റ്റ് സ്പെസിഫൈ ദ ട്രെയിൻഡ് മോഡൽ. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിംഗ് സെറ്റിലെ പ്രെഡിക്റ്റേഴ്സ് മാത്രം. ആക്ച്വലി ടെസ്റ്റിംഗ് സെറ്റ് മൊത്തം ഇഫ് യു ഓൾസോ ഗീവ് ലൈക്ക് ടെസ്റ്റ് 1, it will still produce the same result. It's just that R knows that which are the predictor variables already. So it will just take the predictor variables alone from this data frame and then do the prediction. ഞാനത് ഇങ്ങനെ ഒരു പ്രിഡിക്റ്റേഴ്സ് ഒന്ന് സ്പെസിഫൈ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഒറിജിനൽ വാല്യൂ നമ്മൾ മറച്ചു വെക്കുകയാണ് ഈ ML മോഡൽ 1.1 നിന്ന്. വി ആർ നോട്ട് ഗോയിങ് ടു ടെൽ ML മോഡൽ 1.1 this patient is 1, this patient is 0, അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് ബേസിക്കലി അവിടെ പ്രഡിക്ഷൻ അവിടെ നടക്കുന്നത്. ഇപ്പൊ ഈ ടെസ്റ്റിംഗ് സെറ്റ് നമ്മൾ മൊത്തമായിട്ട് പ്രിന്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഓൾറെഡി ഹാസ് ദ ടാർഗറ്റ് വേരിയബിൾ. ബട്ട് ഇഫ് യു സപ്ലൈ ഓൺലി ദ പ്രെഡിക്റ്റേഴ്സ്, ഈ KAQ എന്ന് പറയുന്ന വാല്യൂ, AAQ എന്ന് പറയുന്ന വേരിയബിൾ അതിൻ്റെ അകത്ത് വരത്തില്ല, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ടാർഗറ്റ് വേരിയബിൾ ഇല്ല. അപ്പോൾ അത് മാത്രമാണ് നമ്മളിവിടെ ഫീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നിർബന്ധമുള്ള കാര്യമല്ല, ജസ്റ്റ് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ് അറ്റ് ഓൾ. സോ ഇത് വൺസ് ദ മോഡൽ ഈസ് ട്രെയിൻഡ്, prediction is not a big task at all from a computational point of view. കാരണം നമുക്ക് ആ ML മോഡലിന്റെ we have learned all the parameters and we know the different parameter values. So it just needs to do that mathematical computation on all the patients in the testing set. പിന്നെ ഈ ലാസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഈക്വൽ ടു റോ. ടൈപ്പ് ഈക്വൽ ടു റോയും പറയാം. അത് ബേസിക്കലി ഇപ്പൊ ഇത് റൺ ചെയ്യുവാണെങ്കിൽ ത്രെഡ്സ് 1.1 എന്ന് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 0 and 1 വാല്യൂസ് ആണ് കിട്ടുന്നത്. അത് ബേസിക്കലി ഇറ്റ് ഈസ് ടെല്ലിങ് വിച്ച് പേഷ്യന്റ് ഈസ് ഹാവിങ് 0 and which patient is not having, which patient is classified as 0 and which patient is classified as 1 in an order. സോ ആ ഓർഡർ എന്ന് പറയുന്നത് ആ ടെസ്റ്റിംഗ് സെറ്റിന്റെ സെയിം ഓർഡറിലായിരിക്കും ഈ ടെസ്റ്റ് 1 എന്നുള്ളതിന്റെ. അപ്പം if you look at n row, we know that 2264 patients are there in the testing set. അപ്പം ഈ PREDS 1.1 എന്ന് പറയുന്നതിന്റെ ലെങ്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഷുഡ് റിട്ടേൺ ദ സെയിം. കാരണം അത്രയും പേഷ്യൻസ് ഉണ്ടായിരുന്നു, അത്രയും പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് ബേസിക്കലി ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ടൈപ്പ് ഈക്വൽ ടു റോ കൊടുക്കുവാണെങ്കിൽ കിട്ടുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോ പ്രഡിക്ഷൻസ് ആണ്. റോ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദ പ്രോബബിലിറ്റി വാല്യൂ, ഇറ്റ് ഇസ് ബേസിക്കലി ടെല്ലിംഗ് വിച്ച് ഈസ് 0 and which is 1. And that is actually based on the probability value. അപ്പോൾ ഈ പ്രോബബിലിറ്റി വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു പ്രോബ് എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, നോക്കാം. ഓക്കെ, ഈ ഇപ്പം നമ്മൾ ടൈപ്പ് ഈക്വൽ ടു പ്രോബ് എന്നാണ് ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബേസിക്കലി ഓക്കെ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഡാറ്റ ഫ്രെയിം. ഇത് നമ്മൾ ജസ്റ്റ് അതിന്റെ ടോപ്പ് 6 റോസ് നമ്മൾ കണ്ടെന്നേ ഉള്ളൂ. ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഈച്ച് പേഷ്യന്റ് ഇറ്റ് വിൽ ടെൽ യു ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് അസൈൻഡ് ടു ക്ലാസ് 0 and class 1. സോ ഇത് കോംപ്ലിമെന്ററി ആയിരിക്കും. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് ലൈക്ക് 1. കാരണം പ്രോബബിലിറ്റി ഓഫ് ബീങ് അസൈൻഡ് ടു ക്ലാസ് 0 ഈസ് എസെൻഷ്യലി ദ സെയിം ആസ് പ്രോബബിലിറ്റി ഓഫ് ബീങ് like 1 minus probability of being assigned to class 1. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1 കിട്ടണം. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ ആണ് ഇത് ഈ ക്ലാസ് 0യിൽ the probability of being assigned to class 0
is like almost very high for even the very first few patients. ഇത് നമുക്കൊരു 20 എണ്ണം നോക്കുവാണെങ്കിൽ പിന്നെയും അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോബബിലിറ്റി വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇതിലേതാണ് 0.5 കൂടുതൽ ഏതാണോ അതാണ് ബേസിക്കലി ദ പ്രഡിക്ഷൻ വാല്യൂ. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം 0.5 മുകളിലാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് വിൽ ജസ്റ്റ് ബേസിക്കലി ടെൽ us so this value is more than 0.5 for class 0. So it will predict as 0. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ മോർ ദാൻ 0.5 ആയിരുന്നെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ predict as 1. അതാണ് ബൈ ഡിഫോൾട്ട്. ബട്ട് ദാറ്റ് ത്രെഷോൾഡ് ക്യാൻ ബി ചേഞ്ച്ഡ്. ബട്ട് ദാറ്റ് ചേഞ്ചിങ് ദാറ്റ് ത്രെഷോൾഡ് ആൻഡ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മൾട്ടിപ്പിൾ iterations. You have to look at the error values, those kind of things. By default 0.5 ആണ് ആ ത്രെഷോൾഡ് ബേസ് ചെയ്യുന്നത്. അതായത് if the predicted probability is more than 0.5, then it will assign as a positive case. Otherwise it will assign as a negative case. That negative case, positive case എന്ന് പറയുന്നത് 0-ഉം 1-ഉം റെസ്പെക്റ്റീവ്ലി. അത് ഇന്റർചേഞ്ചബിളി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. പോസിറ്റീവ് കേസ്, നെഗറ്റീവ് കേസ്, അല്ലെങ്കിൽ മെജോറിറ്റി ക്ലാസ്, മൈനോറിറ്റി ക്ലാസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇതിന്റെ പ്രഡിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പഴയ ആ റോയിലോട്ട് തന്നെ തിരിച്ചു പോകാം. ബിക്കോസ് ടു ഇവാലുവേറ്റ് ദ മെഷീൻ ലേണിംഗ് അൽഗോരിതം വാട്ട് വി നീഡ് ഈസ് റോ വാല്യൂസ്. അപ്പം ഇപ്പം നമുക്ക് റോ വാല്യൂസ് ഉണ്ട്. വി നോ ദാറ്റ് വാട്ട് ആർ ദ പ്രഡിക്ഷൻസ് ഫോർ ഈച്ച് പേഷ്യൻറ്റ്. ഏത് പേഷ്യൻ്റ് ആണ് ക്ലാസിഫൈഡ് ആസ് 0, വിച്ച് പേഷ്യൻറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് 1. സി ദിസ് പേഷ്യൻറ്റ് ഗോട്ട് ക്ലാസിഫൈഡ് ആസ് 1. വളരെ ചെറിയ കുറച്ചേ ഉള്ളൂ 1 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇവാലുവേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വളരെ ദിസ് ഈസ് എ വെരി കോമൺലി യൂസ്ഡ് ടേം, കൺഫ്യൂഷൻ മാട്രിക്സ്. അപ്പോൾ ആ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന പേര്, ആ സെയിം പേര് തന്നെയുള്ള ഫംഗ്ഷനും ക്യാരറ്റ് ലൈബ്രറിയിലുണ്ട്. സോ ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് യു നീഡ് ടു ഗീവ് ദ പ്രഡിക്ഷൻസ്. സെക്കൻഡ് ആർഗ്യുമെന്റ് ഈസ് നത്തിങ് ബട്ട് ദ ഒറിജിനൽ വാല്യൂസ്. ഇപ്പോൾ ഈ ടെസ്റ്റ് 1 ഔട്ട്കം എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് ആണ് ഒറിജിനൽ ആയിട്ടുള്ളത്. റെഡ്സ് 1.1 എന്നുള്ളത് തന്നെ ദീസ് ആർ ദ പ്രഡിക്ഷൻസ്. സോ നമ്മൾ പ്രഡിക്ഷനും ആക്ച്വൽ വാല്യൂയും ഫീഡ് ചെയ്യുന്നു, ആൻഡ് ദെൻ വി നീഡ് ടു കമ്പയർ ബിറ്റ്വീൻ ദം. സോ ദാറ്റ് തിങ് ഈസ് very intuitive enough. And the last one is we are specifying which is the positive class. അപ്പം നമുക്ക് 1-ഉം 0 ആയിരുന്നുള്ളത്, അതിലെ നമ്മുടെ 1 ആണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പം ഇത് സ്പെസിഫൈ ചെയ്യുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെട്രിക്സ് വരുമ്പോൾ, അതായത് സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, അങ്ങനത്തെ മെട്രിക്സ് വരുമ്പോൾ ഏതാണ് പോസിറ്റീവ് ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അത് നമ്മുടെയൊക്കെ കേസിൽ എപ്പോഴും 1 ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് നമ്മൾ 0 ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ച്വലി ഗീവ് ഡിഫറെന്റ് accuracy values, not accuracy value, the sensitivity, specificity, those kind of things, it will give a different one because the base, it is basing on 0. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിച്ച് ഈസ് ദ ബേസ് വാല്യൂ. അപ്പം നമുക്ക് നമ്മുടെ മേജർ ഇൻട്രസ്റ്റ് 1 ആയതുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നത്. ഇത് നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ പ്രിന്റ് സംതിങ് ഇൻ ദ കൺസോൾ. അപ്പം ഇത്രയും ഭാഗമാണ് ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പം ഈ ആദ്യത്തെ ഈ മാട്രിക്സ്, അതായത് ഈ മാട്രിക്സ് ഉണ്ടല്ലോ, ഇതിനാണ് ബേസിക്കലി കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നോട്ട് ജസ്റ്റ് ഇത് മെഷീൻ ലേണിംഗിൽ മാത്രമുള്ള ഒരു സംഗതിയല്ല. ഇത് ഈ എപ്പിഡെമിയോളജിയിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ടൈം കണ്ടിൻജൻസി ടേബിൾ അല്ലെങ്കിൽ 2x2 കണ്ടിൻജൻസി ടേബിൾ എന്നൊക്കെയാണ്. മെഷീൻ ലേണിംഗിലാണ് ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് കൂടുതലും ഉപയോഗിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രഡിക്ഷനും ഇത് നമ്മുടെ ആക്ച്വലും. ഈ റെഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ. സോ വി ക്യാൻ സീ ദാറ്റ് 2180 പ്ലസ് 80 ഇത്രയാണ് പ്രഡിക്റ്റഡ് ആസ് 0. പിന്നെ ഈ 4 എണ്ണമാണ് പ്രഡിക്റ്റഡ് ആസ് 1. അപ്പൊ 4 എണ്ണമാണ് മൊത്തം പ്രഡിക്റ്റഡ് ആസ് ദ കിഡ്നി ഡിസീസ്. പക്ഷെ അതിന്റെ അകത്ത് 2 പേർക്ക് ഡിസീസ് ഇല്ലാത്തവരായിരുന്നു, 2 പേർക്ക് ശരിയായിട്ടുള്ള ഡിസീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഇതെന്ന് പറയുന്നത് ഇറ്റ് ബേസിക്കലി പ്രഡിക്റ്റഡ് ആസ് നെഗറ്റീവ്, ബട്ട് ആക്ച്വലി ദേ ആർ ഹാവിങ് എ കിഡ്നി ഡിസീസ്. സോ അത് ഫോൾസ് നെഗറ്റീവ്സ് ആണ്. അപ്പൊ ഈ ഡയഗണൽ, ദിസ് 2180 ആൻഡ് ദിസ് നമ്പർ, ഇത്
ആ ഡയഗണൽ നമ്പർ കൂടുതൽ നന്നായിരിക്കണം. കാരണം അവിടെയാണ് സെയിം ആയിട്ട് വരുന്നത്. സീറോ ആൻഡ് സീറോ, അതായത് രണ്ടുപേരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിലാണ് നല്ലത്. ഇപ്പൊ 1 ആൻഡ് 1ഉം 0 ആൻഡ് 0 ആണ് നമുക്ക് വേണ്ടത്. ബാക്കിയെല്ലാം മിസ്റ്റേക്സ് ആണ്. ദിസ് 2 ആൻഡ് ദിസ് 80, ദീസ് ആർ ആക്ച്വലി മിസ്റ്റേക്സ്. അപ്പം ഈ ഇതിന്റെ അകത്ത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കുറച്ച് മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു നമുക്കൊരു സ്ലൈഡ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഇതിന്റെ ഡയഗ്നോസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം വി ഹാവ് ദ പ്രഡിക്ഷൻ ലൈക്ക് 1 ആൻഡ് 0. ഇവിടെ റെഫറൻസ് 1 ആൻഡ് 0. സോ ദിസ് എ ഈസ് ബേസിക്കലി രണ്ടുപേരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് ഓൺ ദ പോസിറ്റീവ് കേസ് അല്ലേ. അപ്പൊ അതാണ് ഈ എ. ദിസ് വാല്യൂ ഈസ് നത്തിങ് ബട്ട് ദ ട്രൂ പോസിറ്റീവ്സ് 1 ആൻഡ് 1, ആൻഡ് 0 ആൻഡ് 0 ആർ ബേസിക്കലി ദ ട്രൂ നെഗറ്റീവ്സ്. അതാണ് ഈ ഡി ഈസ് ഈക്വൽ ടു ട്രൂ നെഗറ്റീവ്, എ ഈസ് ഈക്വൽ ടു ട്രൂ പോസിറ്റീവ്. അതേസമയം ഈ ബി എന്ന് പറയുന്നത് ഇറ്റ് വാസ് പ്രെഡിക്റ്റഡ് ആസ് പോസിറ്റീവ് കേസ്, ബട്ട് ഇൻ ആക്ച്വലി ദാറ്റ് പേഷ്യന്റ് വാസ് നോട്ട് ഹാവിങ് എ ഡിസീസ്. അപ്പൊ അത് ഫോൾസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തു, പക്ഷെ ശരിക്കും അത് ഇറ്റ് വാസ് പേഷ്യന്റ് ഡിഡ് നോട്ട് ഹാവ് ദാറ്റ് ഡിസീസ്. അപ്പൊ അതാണ് ഈ ഫോൾസ് പോസിറ്റീവ്. പിന്നെ ഈ സി എന്ന് പറയുന്നത് ഫോൾസ് നെഗറ്റീവ്. ഇത്രയും ഈ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ അക്യുറസി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത് എന്താണ് എന്നുള്ളത് ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് സിമ്പിൾ. നമ്പർ ഓഫ് കറക്റ്റ് പ്രഡിക്ഷൻസ് ഔട്ട് ഓഫ് ദ ടോട്ടൽ. ഈ ട്രൂ പോസിറ്റീവ്സും ട്രൂ നെഗറ്റീവ്സും ആണ് നമ്മുടെ കറക്റ്റ് പ്രഡിക്ഷൻസ്. ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവും ആണ് നമ്മുടെ റോങ് പ്രഡിക്ഷൻസ്. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ ആണ് അക്യുറസി എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, ഇത് രണ്ടും എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ടെല്ലിംഗ് ഔട്ട് ഓഫ് ദ ആക്ച്വൽ പോസിറ്റീവ് കേസസ് ഹൗ മെനി വെയർ പ്രെഡിക്റ്റഡ് ബൈ ദ അൽഗോരിതം. അതാണ് സെൻസിറ്റിവിറ്റി. സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് അതിന്റെ നേരെ തിരിഞ്ഞ ഒരു കാര്യമാണ്. അത് ഇഫ് സെൻസിറ്റിവിറ്റി വാസ് ഫോർ ദ പോസിറ്റീവ് കേസസ്, സ്പെസിഫിസിറ്റി ഇസ് ദ സെയിം ഫോർ നെഗറ്റീവ് കേസസ്. അതായത് ആക്ച്വൽ ആയിട്ട് ഡിസീസ് ഇല്ലായിരുന്ന പേഷ്യൻസിന് അതിൽ എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന്, ലൈക്ക് എത്ര എണ്ണം നെഗറ്റീവായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റി, അതാണ് സ്പെസിഫിസിറ്റി. ഈ പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ, നെഗറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ, ഇതിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിനോമിനേറ്റർ ഈസ് ഡിഫറെന്റ്. ഈവൻ ദോ ദ ന്യൂമറേറ്റർ ഈസ് സെയിം ഫോർ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി വിത്ത് PPV ആൻഡ് NPV റെസ്പെക്റ്റീവ്ലി, ദ ഡിനോമിനേറ്റർ ഈസ് ഡിഫറെന്റ്. സോ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ്. അതായത് ഇതിന്റെ അകത്ത് വരുമ്പം ഇത് A+B. ഇതാണ് ബേസിക്കലി ഇതിന്റെ പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂവിന്റെ ഡിനോമിനേറ്റർ. അതായത് അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് വെരി ഇൻറ്റ്യൂട്ടീവ് ഫ്രം ഹിയർ. അതായത് ഔട്ട് ഓഫ് ദ പ്രെഡിക്റ്റഡ് പോസിറ്റീവ് കേസസ് ഹൗ മെനി വെയർ ആക്ച്വലി പോസിറ്റീവ്. അതാണ് പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ. അതിൽ നേരെ തിരിഞ്ഞ് നെഗറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ, അതായത് ഔട്ട് ഓഫ് ദ നെഗറ്റീവ്ലി പ്രെഡിക്റ്റഡ് കേസസ് ഹൗ മെനി വെയർ ആക്ച്വലി ട്രൂ നെഗറ്റീവ്സ്. രണ്ടും സെയിം തന്നെ, ജസ്റ്റ് ദ ഡിഫറൻസ് ഈസ് ബിറ്റ്വീൻ വൺ ഈസ് ഫോർ ദ പോസിറ്റീവ് കേസസ് ആൻഡ് ദ സെക്കൻഡ് ഈസ് ഫോർ ദ നെഗറ്റീവ് കേസസ്. പിന്നെയുള്ള ഒരു രണ്ട് ടേം എന്ന് പറയുന്നത് ഈ പ്രിസിഷൻ ആൻഡ് റീകോൾ. ഇത് മെഷീൻ ലേണിംഗിലും ഒത്തിരി കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഫോർ എനിത്തിങ് അതർ ദാൻ ഹെൽത്ത് കെയർ ഡൊമൈൻ. ഹെൽത്ത് കെയർ ഡൊമൈനിൽ അല്ലാത്ത മെഷീൻ ലേണിംഗ് പ്രോജക്ട്സിലൊക്കെ പ്രിസിഷൻ റീകോൾ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഇറ്റ്സ് ജസ്റ്റ് എ ഡിഫറെന്റ് ടൈം. പ്രിസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ തന്നെയാണ്. റീകോൾ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി തന്നെയാണ്. അത്രേ ഉള്ളൂ, വേറൊരു പേരാന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ചിലപ്പോൾ ഈ സെൻസിറ്റിവിറ്റി, പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിന് അവർക്കൊന്നും അവർ പലപ്പോഴും കേട്ടിട്ട് പോലും ഇല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം ദേ കോമൺലി യൂസ് പ്രിസിഷൻ ആൻഡ് റീകോൾ ഇൻസ്റ്റെഡ് ഓഫ് PPV ആൻഡ് സെൻസിറ്റിവിറ്റി. പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ബാലൻസ്ഡ് അക്യുറസി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി മച്ച് ടോക്ക്ഡ് അബൌട്ട് ഓർ നോട്ട് ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ടു ഡയഗ്നോസ് സം പ്രോബ്ലംസ്. ആ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഈ ബാലൻസ്ഡ് അക്യുറസി എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ജസ്റ്റ് അരിത്തമെറ്റിക് മീൻ ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. അപ്പോൾ അത് രണ്ടും തമ്മിലൊരു നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ്ഡ് അക്യുറസി വിൽ ബി ഗുഡ് ഇനഫ്. അതേസമയം ഒരെണ്ണം കുറവും, ഈ സെൻസിറ്റിവിറ്റി നല്ലപോലെ ഉണ്ട്, സ്പെസിഫിസിറ്റി വളരെ കുറവാണെങ്കിൽ ദിസ് ബാലൻസ്ഡ് അക്യുറസി വിൽ ബി ആക്ച്വലി ലെസ്. പിന്നെയുള്ളത് ഈ പ്രിസിഷൻ ആൻഡ് റെക്കോൾ ഉപയോഗിക്കുന്ന F1 സ്കോർ. F1 സ്കോർ ഇറ്റ്സ് ആക്ച്വലി എ ഹാർമോണിക് മീൻ ഓഫ് പ്രിസിഷൻ ആൻഡ് റെക്കോൾ. ഇത് അരിത്തമെറ്റിക് മീൻ അല്ല, അത് അരിത്തമെറ്റിക് മീനും അല്ല, ജോമെട്രിക് മീനും അല്ല.
ദിസ് ഈസ് ബേസിക്കലി ഹാർമോണിക് മീൻ ഓഫ് ദ പ്രിസിഷൻ ആൻഡ് റിക്കോൾ. അത് ഉപയോഗിക്കുന്നത് എനിക്ക് NLP പ്രോജക്ട്സിലൊക്കെ F1 സ്കോർ ഈ മെഷീൻ ലേണിംഗ് മോഡൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കേസിലും ഈ ഉപയോഗിക്കാറുണ്ട്. ബട്ട് മേ ബി നോട്ട് ആസ് ഹൈ ആസ് ലൈക്ക് റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് AUC or accuracy, that kind of thing. So it is a harmonic mean of precision and recall. അപ്പോൾ ഈ ഹാർമോണിക് മീൻ എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്തും ഏതെങ്കിലും ഒരു വാല്യൂ മറ്റേതിനേക്കാളും ഒത്തിരി കുറവാണെങ്കിൽ ഇറ്റ് വിൽ ബേസിക്കലി പീനലൈസ് F1 സ്കോർ മോർ. സോ ദ ഐഡിയ ഈസ് ബേസിക്കലി ടു ഡിറ്റക്ട് ആസ് മെനി പോസിറ്റീവ് കേസസ് ആസ് പോസിബിൾ അക്യുറേറ്റ്ലി. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, അതായത് we are not really worried about the negative cases, but we are worried about detecting as many positive cases as possible. അപ്പോൾ ഈ പ്രൊസിഷനും റീകോളും രണ്ടും, ഇപ്പം പ്രൊസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി PPV, അപ്പോൾ അത് ദാറ്റ്സ് ബേസിക്കലി എ മെഷർ ഓഫ് ട്രൂ പോസിറ്റീവ്നെസ്. റീകോൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസിക്കലി സെൻസിറ്റിവിറ്റി ഓൾസോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ട്രൂ പോസിറ്റീവ്നെസ്. അപ്പോൾ ഇത് കൂടുതലും ഈ പോസിറ്റീവ് കേസസിൽ എങ്ങനെ ഡിറ്റക്ഷൻ നല്ലപോലെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു മെഷറാണ് F1 സ്കോർ. അക്യുറസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഓവറോൾ, ബട്ട് F1 സ്കോർ ഈസ് ബേസിക്കലി more concentrating towards the detection rate of the detection rate of the positive cases. അപ്പൊ അത് ഇതിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇവിടെ വരുന്നത്, ഈ ബാക്കിയുള്ള ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എന്നുള്ളതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം അക്യുറസി ഇവിടെ വരുന്നത് 0.9638 ആണ്. അപ്പോൾ അത് ഈവൻ ഓൺ ടെസ്റ്റിംഗ് സെറ്റ് ഇത് ഭയങ്കര 96.38%. നമ്മളത് ഓക്കെ, അത് ഭയങ്കര നല്ലൊരു അക്യുറസി വാല്യൂസ് ആണ്. പക്ഷെ നമ്മുടെ ആദ്യത്തെ ഇറ്ററേഷനിൽ തന്നെ 96.38 കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ദർ ഈസ് സംതിങ് ഡൂബിയസ്. അതാണ് സാധാരണ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വരാം. അപ്പം സോ ഡോണ്ട് ഗെറ്റ് മിസ്ലെഡ് ബൈ ദിസ് വെരി ഹൈ അക്യുറസി ഫിഗർ. അപ്പൊ അതിന്റെ 95% കോൺഫിഡൻസ് ഇന്റർവൽ, പിന്നെ നോ ഇൻഫർമേഷൻ റേറ്റ്. അപ്പൊ ഇതൊരു യൂസ്ഫുൾ ഫിഗർ ആണ്. അപ്പൊ അത് ഇത് നോ ഇൻഫർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സെറ്റില് ഇതിന്റെ നോ ഇൻഫർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഇൻഫർമേഷൻ. നോ ഇൻഫർമേഷൻ മീൻസ് ദർ ഇസ് നോ മോഡൽ അറ്റ് ഓൾ. So how this value is calculated is in the training set നമുക്ക് 1 ഉം 0 ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ഏതാണ് മെജോറിറ്റി നമ്പർ ഓഫ് ഒക്കറൻസസ് ഉള്ള ഏതാണെന്ന്. ഇപ്പൊ നമ്മുടെ കേസിൽ ഡെഫിനറ്റ്ലി 0 വാല്യൂസ് ആണ് കൂടുതലുമായിട്ടും ഒക്കർ ചെയ്യുന്നത്. അപ്പം അതിന്റെ ഈ if we have a stupid model, you can think of it like a stupid model. Actually there is no model at all. If we just predict all the cases as 0 or definition പറയുകയാണെങ്കിൽ all the cases as the majority class, നമ്മുടെ അക്യുറസി വാല്യൂ എത്രയായിരിക്കും? അപ്പൊ അതാണ് ഈ 0.9638 വരുന്നത്. അപ്പൊ അത് ഇതായിട്ട് ആക്ച്വലി ഇറ്റ്സ് എക്സാക്ട്ലി സെയിം. അപ്പൊ അതെന്താണ് ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ അവർ ഡാറ്റ സെറ്റ് നമുക്ക് ആകെ 82 കേസുകളെ ഉണ്ടായിരുന്നുള്ളൂ പോസിറ്റീവ് ആയിട്ടുള്ളത്. അതേസമയം 2182 കേസുകളും ക്ലാസ് 0 ബിലോങ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ ഒബ്സർവേഷനും, അതായത് ഈ കംപ്ലീറ്റ് ഇപ്പം മൊത്തം എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2264 ഒബ്സർവേഷനും നമ്മൾ ചുമ്മാ എല്ലാം 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ അക്യുറസി? അതാണ് ഈ നോ ഇൻഫർമേഷൻ റേറ്റ്. അപ്പൊ അതും ഇതും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ അവിടെ എന്തോ ഒരു അത് എന്നാ പറയുന്നത്, നോ ഇൻഫർമേഷൻ റേറ്റുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ അക്യുറസി വലിയ മെച്ചമല്ല. അപ്പം ഈസ് ഇറ്റ് ബെറ്റർ ദാൻ നോ ഇൻഫർമേഷൻ റേറ്റ്? ഇഫ് അക്യുറസി ഈസ് ബെറ്റർ ദാൻ നോ ഇൻഫർമേഷൻ റേറ്റ്, അപ്പൊ ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റിന്റെ പി വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അപ്പം ഇറ്റ്സ് ബേസിക്കലി ദിസ് പി വാല്യൂ ഇസ് ഹൈ, സോ you cannot reject the null hypothesis. It's basically saying that there is no difference between your trained machine learning model and a no information model. അപ്പൊ അതാണ് അതിന്റെ ഒരു സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ കാപ്പ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി വലിയ പോപ്പുലർ ആയിട്ടുള്ളതല്ല. എനിക്ക് തോന്നുന്നു ഈ കാരറ്റ് പാക്കേജിൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഒത്തിരി മെട്രിക്സ് കൊടുത്തതുകൊണ്ടാണ്
ഇതെല്ലാം അവർ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഈ കാപ്പയും മഗ്നമാസ് ടെസ്റ്റ് പി വാല്യൂ ഇതൊന്നും അത്രയ്ക്ക് കോമൺലി യൂസ്ഡ് ഇവാലുവേഷൻ മെട്രിക്സ് ഒന്നും അല്ല. But one thing is, kappa is also something you can think of it like as a measurement that translates to the agreement between the predictions and the ground truth. അപ്പോൾ അത് കൂടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ 0.04 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് കുറഞ്ഞ ഒരു വാല്യൂ ആണ്. അപ്പോൾ അത് ഇറ്റ് നീഡ്സ് ടു ഹാവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ എഗ്രിമെന്റിന്റെ ഇതാണ്. അതെ അതെ. It is basically the agreement between your machine learning model and the expected accuracy. ഒരു മെഷറാണ് അത്. അത്രയ്ക്കൊരു കോമൺലി യൂസ്ഡ് ഒരു ഇവാലുവേഷൻ മെട്രിക് അല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രിന്റഡ് ഇൻ ദ കൺഫ്യൂഷൻ മാട്രിക്സ്. അത് അധികം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും അങ്ങനെ കാര്യമായിട്ട് ഒരിക്കലും അത് കാപ്പ വാല്യൂ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പിന്നെ ഈ മഗ്നമാസ് ടെസ്റ്റ് പി വാല്യൂ ഇറ്റ്സ് ഓൾസോ testing for the agreement between your predicted model and the ground truth. അപ്പോൾ അതാ it is basically testing that hypothesis. So what this means is that this is a very low p value. What it basically mean is that നമ്മുടെ ശരിക്കുള്ള ആക്ച്വൽ ട്രൂത്തും നമ്മുടെ പ്രഡിക്ഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അവിടെ ഉള്ളൊരു ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഉള്ളതെല്ലാം നമ്മൾ നേരത്തെ ഇത് കണ്ടത് തന്നെയാണ്. അതായത് സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, ഇത് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ പെട്ടെന്നൊരു കാര്യം മനസ്സിലാവും. ദിസ് സെൻസിറ്റിവിറ്റി ഈസ് ആക്ച്വലി ക്വൈറ്റ് ലോ. ഇറ്റ് ഈസ് ഓൺലി 2.4%. അതേസമയം സ്പെസിഫിസിറ്റി ഈസ് വെരി ഹൈ, 99.9%. പിന്നെ പോസിറ്റീവ് പ്രിഡിക്റ്റീവ് വാല്യൂ, നെഗറ്റീവ് പ്രിഡിക്റ്റീവ് വാല്യൂ. പോസിറ്റീവ് പ്രിഡിക്റ്റീവ് വാല്യൂ 0.5 എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ക്വൈറ്റ് ഗുഡ് പോസിറ്റീവ് പ്രിഡിക്റ്റീവ് വാല്യൂ ഇൻ മോസ്റ്റ് കേസസ്. പക്ഷെ ഇതിൻ്റെ അകത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. അപ്പോൾ അവിടെ ഉള്ളൊരു ഇതിൻ്റെ അകത്തെ ബേസിക് പ്രശ്നം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ മെഷീൻ ലേണിംഗിൽ ഇതിന് പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം എന്നാണ്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡാറ്റ സെറ്റിൽ ഇഫ് വൺ ക്ലാസ് ഈസ് വെരി മച്ച് ഓവർലി റെപ്രസെൻറ്റഡ് ദാൻ അനദർ ക്ലാസ്, ദെൻ ദിസ് പ്രോബ്ലം ക്യാൻ ഒക്കർ. അപ്പോൾ അതിനാണ് ഈ ക്ലാസ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ ഈ 2264 ഒബ്സർവേഷൻ ഉള്ളതിൽ ഇപ്പോൾ എന്നാ പറയുന്നത്, 50-50 ആയിരുന്നെങ്കിൽ, അതായത് 1ഉം 0ഉം, അതായത് കിഡ്നി ഡിസീസ് പേഷ്യൻസും കിഡ്നി ഡിസീസ് ഇല്ലാത്ത പേഷ്യൻസിന്റെ നമ്പർ 50-50% ആയിരുന്നെങ്കിൽ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം ഉണ്ട്. കാരണം ഇഫ് യു വി ഹാവ് ഓൾറെഡി പ്രിന്റഡ് ദിസ്, എത്ര ഇതുണ്ടായിരുന്നു. So 328. ഓക്കെ, അത് ട്രെയിനിങ് സെറ്റിൽ, നമുക്ക് ടെസ്റ്റിംഗ് സെറ്റിൽ നോക്കാം. അത് പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും, കാരണം വി ഡിവൈഡഡ് ദാറ്റ് ഇൻ ദ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. ഇവിടെ ആക്ച്വലി ഓൺലി 3.6% കേസിലേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി എ വെരി ബിഗ് മൈനോറിറ്റി. സോ if one class is like very like you can ഒരു 10% കുറവാണെങ്കിൽ മറ്റേതിനെ അപേക്ഷിച്ച്, അവിടെ നമുക്ക് ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ നമുക്ക് ഡീൽ ചെയ്യണം. അപ്പം അത് വളരെ ഒത്തിരി കോമൺലി ഒക്കറിങ് ഒരു ഇതാണ്, പ്രത്യേകിച്ചും ഹെൽത്ത് കെയറിലും. പിന്നെ എനിക്ക് ഫ്രോഡ് ഡിറ്റക്ഷനിലൊക്കെ ആക്ച്വലി ഇപ്പോൾ എന്നാ പറയുന്നത്, സ്പാം ഇമെയിൽ ആണോ അല്ലയോ, വരുന്ന ഇമെയിൽ സ്പാം ആണോ അല്ലയോ, അങ്ങനെ. കാരണം ഈ ട്രെയിനിങ് സെറ്റിൽ സ്പാം ഇമെയിൽസിന്റെ എണ്ണം ചിലപ്പം കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ദ നോർമൽ ഇമെയിൽസ്. അല്ലെങ്കിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ, ആക്ച്വലി നടക്കുന്ന ഫ്രോഡുകൾ നോർമൽ ട്രാൻസാക്ഷനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. അപ്പൊ അവിടെയും ഈ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലംസ് ഒക്കെ വരാം. അപ്പൊ അത് തന്നെ ഈ എന്താ സാർ, മെഡിക്കൽ ഡാറ്റയിൽ ഇപ്പൊ കോംപ്ലിക്കേഷനും ഒക്കെ വളരെ കുറവായിരിക്കുമല്ലോ പലപ്പോഴും. ഒത്തിരി വരുന്നുണ്ട്. ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് ക്ലാസ് ഇംബാലൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ല. അത് എപ്പോഴും ഉള്ളതാണ്. ഒരു ക്ലാസ് എപ്പോഴും ഒരു മൈനോറിറ്റി ആയിരിക്കും. അപ്പൊ അതാണ് ഈ ക്ലാസ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ അക്യുറസി ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് ദ ബാലൻസ്ഡ് അക്യുറസി, ഇറ്റ് ഈസ് ഓൺലി 51.1%. അപ്പൊ അത് നമ്മളത് ഡീൽ ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. സോ ദ തിങ് ഈസ്, ദ ടേക്ക് ഹോം പോയിന്റ്
is basically if you have a class imbalance problem, accuracy is not a good measure of model evaluation or model performance. And accuracy എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ബയസ്ഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബേസിക്കലി ബയസ് ദ മെജോറിറ്റി ക്ലാസ്. കാരണം മെജോറിറ്റി ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മൾ നോ ഇൻഫർമേഷൻ മോഡൽ ഓൾറെഡി നമ്മൾ കണ്ടു. അതായത് നമ്മൾ മോഡലൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എല്ലാം പൂജ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വി വിൽ സ്റ്റിൽ ഗെറ്റ് 96.38% അക്യുറസി. അതാണ് ഈ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം എന്നുള്ളത്. അപ്പം ഓക്കെ, സോ വി ഹാഡ് ലൈക്ക് ടു ഡിഫറെന്റ് മോഡൽസ് അല്ലേ, ഇപ്പം പ്രഡിക്ഷൻസ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നിനും ഈ കൺഫ്യൂഷൻ മാട്രിക്സ് പ്രിന്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ സ്പെസിഫിക് ഇത് വരും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം നല്ലപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് it's basically all the three different algorithms, it predicted the same thing. The predicted probability values might be different, but overall predictions are actually same. നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ 2 and 2 ആയിരുന്നു, നേരത്തെ 2 തന്നെയായിരുന്നു. ഇപ്പം ആ തേർഡ് മോഡലിനും അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വരുന്നത്. ഇവിടെ ഇറ്റ്സ് predicted 2 and 2 and accuracy is also same. അപ്പം ഇത് ബേസിക്കലി നൾ ഇൻഫർമേഷനിൽ എത്രയുണ്ടെന്നുള്ളത്. അതായത് ഇവിടെ നമുക്ക് മോഡലൊന്നുമില്ല, ബട്ട് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ സ്റ്റുപ്പിഡ് മോഡൽ. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ഡൂയിങ് ദാറ്റ്, ഇറ്റ് ഈസ് ടെല്ലിങ് ഓൾ ദ കേസസ് ആർ 0. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര അക്യുറസി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇതിന്റെ പ്രൊപ്പോർഷൻ വരുമ്പം 96.378. So it is same as the original accuracy that we got from the model. പിന്നെ വേറൊരു മെട്രിക്, ഇവാലുവേഷൻ മെട്രിക് എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് മെഷീൻ ലേണിംഗ് പേപ്പറുകൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന്റെ ക്ലാസിഫിക്കേഷനിലാണ്, റിഗ്രഷനിൽ ഇതില്ല ഉള്ളപ്പം ഓൾമോസ്റ്റ് ഓൾ 100% ഓഫ് ദ പേപ്പേഴ്സ് യു വിൽ സീ എ ഡയഗ്രാം സംതിങ് സിമിലർ ടു ദിസ്. സോ ഇതാണ് ഇത് വേറൊരു ഇവാലുവേഷൻ. അത് ഈ കൺഫ്യൂഷൻ മാട്രിക്സിൽ നമുക്ക് കിട്ടത്തില്ല, വി ഹാവ് ടു ഡു ഇറ്റ് സെപ്പറേറ്റ്ലി. ഇത് റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും. ഇത് നമുക്ക് നമ്മുടെ ആദ്യത്തെ ആ ഒരു പ്രസന്റേഷനിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞായിരുന്നു. സോ ദ തിങ് ഈസ് ഫോർ എനി ക്ലാസിഫിക്കേഷൻ മെഷീൻ ലേണിംഗ് മോഡൽ ഇതുപോലെ ഒരു കർവ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി 2 മെഷീൻ ലേണിംഗ് മോഡലിന്റെ ആണ്. അത് ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഈ കർവ് ബേസിക്കലി ഇറ്റ് ഹാസ് ടു ഗോ ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇത് ഈ നീല ഇവിടെ ഉള്ളത് ഇനിയും ഇത് ഇങ്ങോട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് ടോപ്പ് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി നല്ല കാര്യമായിട്ടാണ് അത് വരുന്നത്. താഴോട്ട് പോവുകയാണെങ്കിൽ ഇത് കൊള്ളത്തില്ല. സോ ദിസ് ഈസ് ലൈക്ക് ബെറ്റർ, ബട്ട് ദിസ് ഈസ് വേഴ്സ്. പിന്നെയുള്ളത് ഈ ഡയഗണൽ ആണ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. അതായത് ബേസിക്കലി സോ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ റാൻഡം ഗസ് ഇറ്റ് സെൽഫ്. അതിന് നമുക്ക് ഇഫ് ഇറ്റ് ഈസ് ക്ലോസ് ടു ഡയഗണൽ ഓർ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് even towards the down and right of that diagonal, നമുക്ക് മെഷീൻ ലേണിംഗ് കൊണ്ട് യാതൊരു കാര്യമില്ല അതിൻ്റെ അകത്ത്. കാരണം ഈവൻ എ റാൻഡം ഗസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് എന്നാണ് അതിൻ്റെ അകത്ത്. ഈ ഡയഗണൽ റേഞ്ച് ഇറ്റ്സ് ജസ്റ്റ് റെപ്രസെന്റിങ് എ റാൻഡം ഗസ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 1000 പേഷ്യൻസിന്റെ ഡാറ്റ തരുന്നു, നിങ്ങളോട് പറയുന്നു അത് പ്രെഡിക്റ്റ് ചെയ്യാൻ. അപ്പം നിങ്ങൾ റാൻഡം ആയിട്ട് ഗസ് ചെയ്യുവാണെങ്കിൽ ആ റാൻഡം ഗസിന്റെ ROC കർവാണ് ദിസ് ഡയഗണൽ ലൈൻ. സോ we have to always be better than a random guess. അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇന്റലിജൻസ്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൻ്റെ അകത്ത് ഇത് വരുന്നില്ല. സോ ഇതാണ് ഈ ROC കർവ്. അപ്പൊ എന്താണ് ഈ ഏരിയ അണ്ടർ ദ കർവ്? ഏരിയ അണ്ടർ ദ കർവ് ഇസ് നത്തിങ് ബട്ട് ദിസ് എൻറ്റയർ ഏരിയ ഇന്റഗ്രേറ്റഡ് ഓവർ ദ ഡിഫറെന്റ് കർവ്. സോ ഇത് ഓക്കെ, ഞാനത് വിട്ടുപോയി. ബേസിക്കലി ഇതിന്റെ Y ആക്സിസ് X ആക്സിസ് എന്താണെന്നുള്ളത്. Y-axis X-axis എന്താണെന്നുള്ളത് ഇത് ബേസിക്കലി ദിസ് ഈസ് പ്ലോട്ടിംഗ് സെൻസിറ്റിവിറ്റി അഗെയിൻസ്റ്റ് 1 - സ്പെസിഫിസിറ്റി. സോ സെൻസിറ്റിവിറ്റി നമുക്ക് ഓൾറെഡി അറിയാം അതെന്താണെന്നുള്ളത്. അതായത് നമ്മൾ ട്രൂ പോസിറ്റീവ്സ് ഔട്ട് ഓഫ് ദ ആക്ച്വൽ ഔട്ട് ഓഫ് ദ ആക്ച്വൽ പോസിറ്റീവ്സ് ഹൗ മെനി വെയർ പ്രെഡിക്റ്റഡ് കറക്റ്റ്ലി ബൈ ദ അൽഗോരിതം. അപ്പം 1 - സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഫോൾസ് പോസിറ്റീവ് റേറ്റ്. സോ ഫോൾസ് പോസിറ്റീവ്, സോ an ideal algorithm should have a false positive rate of 0 and has a sensitivity of 1. അപ്പോൾ ഈ കർവ് ബേസിക്കലി ഈ ലൈൻ ആണെങ്കിൽ, അതായത് ഈ Y ആക്സിസ് കൂടെ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് മുകളിലത്തെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് യുവർ പെർഫെക്റ്റ് പ്രെഡിക്ഷൻ. കാരണം അതിൻ്റെ അകത്ത് ഫോൾസ് പോസിറ്റീവ് റേറ്റ് ഈസ് 0 ആൻഡ് സെൻസിറ്റിവിറ്റി ഈസ് 1.
പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് വരാവുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ആർ യു ആക്ച്വലി ഗെറ്റിംഗ് ദിസ് ഡിഫറെന്റ് സെൻസിറ്റിവിറ്റി വാല്യൂസ് ഫോർ എ സിംഗിൾ മോഡൽ. നമ്മൾ ഇത്രയും നേരം കണ്ടപ്പോൾ നമുക്ക് ഒറ്റ ഒരു സെൻസിറ്റിവിറ്റി വാല്യൂ ഉള്ളല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സിംഗിൾ നമ്പർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഡിഫറെന്റ് വാല്യൂസ് ഇങ്ങനെ കിട്ടി ഇത് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ബേസിക്കലി അതിൻ്റെ അകത്താണ് ആ ത്രഷോൾഡിന്റെ കാര്യം വരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 0.5 ആണ് ബൈ ഡിഫോൾട്ട് എന്നുള്ള ത്രഷോൾഡ്. ആ 0.5 ത്രഷോൾഡ് വാല്യൂ ആണ് ദിസ് വൺ. സോ തിങ്ക് ഓഫ് ഇറ്റ്സ് ലൈക്ക് സംതിങ് ലൈക്ക് നിങ്ങൾക്കൊരു 1000 ഡിഫറെന്റ് ത്രഷോൾഡ് വാല്യൂസ് എടുത്തിട്ട് അതിൽ ഓരോ ത്രഷോൾഡിനും വി ക്യാൻ കമ്പ്യൂട്ട് ഡിഫറെന്റ് സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി റേറ്റ് അല്ലെ. ഇപ്പൊ 0.5 ഇന്ന ഒരു വാല്യൂ കിട്ടുവാണെങ്കിൽ ആ ഇപ്പൊ ഒരു 1000 ത്രഷോൾഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഇന്ന ത്രഷോൾഡിലാണ് നമുക്ക് പ്രഡിക്ഷൻസ് വേണ്ടത്. അപ്പൊ അതിലെ 0.5 ആണ് ഡിഫോൾട്ട്. ഇപ്പൊ 0.4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സെൻസിറ്റിവിറ്റി കിട്ടുന്നത്, എന്താണ് സ്പെസിഫിസിറ്റി കിട്ടുന്നത്. അങ്ങനെ നമുക്ക് 1000 ഇപ്പോൾ ഒരു 1000 ത്രഷോൾഡ് ഉണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 1000 ഡിഫറെന്റ് സെൻസിറ്റിവിറ്റി ആൻഡ് 1000 ഡിഫറെന്റ് സ്പെസിഫിസിറ്റി ഉണ്ടെങ്കിൽ 1 മൈനസ് സ്പെസിഫിസിറ്റി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ കർവ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഇതിൻ്റെ അകത്ത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബേസിക്കലി ഹിയർ യു ക്യാൻ സീ ദിസ് ഈസ് ദ ത്രഷോൾഡ് ബിറ്റ്വീൻ 0 and 1. ഇപ്പൊ ഇത് അവർ ഡിഫോൾട്ട് ത്രഷോൾഡ് ആണ് 0.5. അപ്പൊ ഈ ഒരു കർവിൽ വരുന്നതെല്ലാം ട്രൂ പോസിറ്റീവ്സും ലെസ് ദാൻ 0.5 വരുന്നതെല്ലാം ട്രൂ നെഗറ്റീവ്സും ആണ്. ഇത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഗ്രാഫ് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഐ മെൻഷൻഡ് ഏർലിയർ, ഇതിങ്ങനെ ഈ ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരും. അപ്പൊ അത് ഒരിക്കലും കിട്ടിയില്ല. ഇതൊരു ഐഡിയൽ ഒരു പെർഫെക്റ്റ് സെനാരിയോ എന്ന് വേണേൽ പറയാം. ഇതൊക്കെയാണ് ചിലപ്പം കിട്ടാൻ സാധ്യതയുള്ള ഒരു സെനാരിയോസ്. അതായത് 0.5 ഇത് മോളില് ഇത്രയും ഭാഗം ഓക്കെയാണ്, അതായത് ഈ ഒരു ഭാഗം ഓക്കെയാണ്. പക്ഷെ ഇതെല്ലാം ട്രൂ നെഗറ്റീവ് ആണല്ലോ ഈ അണ്ടർ ദ ഗ്രീൻ. പക്ഷെ സിൻസ് ദ പ്രഡിക്ഷൻ വാസ് മോർ ദാൻ 0.5 ഇറ്റ് വാസ് ബേസിക്കലി ക്ലാസിഫൈഡ് ആസ് എ പോസിറ്റീവ്. സോ വി ഹാവ് എ മിക്സ്ചർ ഓഫ് ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്, ട്രൂ നെഗറ്റീവ് ആൻഡ് ട്രൂ പോസിറ്റീവ്. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഇങ്ങനത്തെ ഒരു കർവാണ് റിയലിസ്റ്റിക്കലി ഉള്ളത്. അതേസമയം നമ്മുടെ റാൻഡം ഗസ് ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ഇതാണ്, അതായത് ട്രൂ നെഗറ്റീവും ട്രൂ പോസിറ്റീവ്സും തമ്മിൽ കംപ്ലീറ്റ് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ഡയഗണൽ ലൈൻ. അതാണ് ഈ റാൻഡം ഗസ് ചെയ്യുമ്പം എങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പൊ ഈ AUC ഒരു ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ബേസിക്കലി ദ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചൂസൺ പോസിറ്റീവ് ഇൻസ്റ്റൻസ് is classified or predicted with a score higher than the negative instance by the machine learning model. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ. അതിനെ ഈ ഓറോക്ക് എന്നും പറയും. AUC എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി കോമൺലി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ കർവ്സ്. സോ ഓറോക്ക് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്. അപ്പം അതിന്റെ നമ്മൾ ഒരു റാൻഡംലി ഒരു പോസിറ്റീവ് കേസ് എടുക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് യുവർ മെഷീൻ ലേണിംഗ് മോഡൽ ഈസ് predicting a score which is higher than the negative, which is higher than a random negative instance. അപ്പൊ അത് കൂടുന്നതാണ് നല്ലത്. ലൈക്ക് ക്ലോസ് ടു 1 അല്ലെങ്കിൽ ആക്ച്വലി പോയിന്റ്സ് ബിറ്റ്വീൻ 0.7 0.1 ഒക്കെ ഒരു ഡീസെന്റ് ആണെന്ന് വേണേൽ പറയാം. മോർ ദാൻ 0.9 ഈസ് ലൈക്ക് വെരി ഹൈ AUC ലെവൽസ്. ഇതിന് C സ്റ്റാറ്റിസ്റ്റിക് എന്നും പറയും. അപ്പൊ ചില ലിറ്ററേച്ചറിലൊക്കെ C സ്റ്റാറ്റിസ്റ്റിക് എന്ന് മെൻഷൻ ചെയ്തില്ല, AUC എന്ന് മെൻഷൻ ചെയ്തില്ല. അപ്പം അത് ഓർത്തിരുന്നാൽ മതി. അത് രണ്ടും ആക്ച്വലി സെയിം തന്നെയാണ്, AUC ആൻഡ് C സ്റ്റാറ്റിസ്റ്റിക്. അപ്പൊ ഈ സെയിം AUC ആൻഡ് C സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് ആക്ച്വലി ഈ നമ്മുടെ മെഷീൻ ലേണിംഗ് നമുക്ക് ഇപ്പം ട്രെയിൻ ചെയ്ത മെഷീൻ ലേണിംഗിലും മോഡൽസിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഓക്കെ ഈ എക്സാമ്പിൾ ഞാനിപ്പം പോകുന്നില്ല. This is not our machine learning model. This is just a sample data from this ROCR package. അതിന്റെ അകത്ത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ജനറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഈ കർവ് ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് AUC കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് 0.8342. അപ്പം നമുക്ക് നമ്മുടെ മോഡൽസിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് ഞാൻ
സമയത്തിന്റെ ഒരു ഇത് കാരണം ഞാനത് ജസ്റ്റ് കാണിക്കാം. ഇതാണ് ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് മോഡലിൽ നിന്നുള്ള റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ ഇത് 76% എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അക്യുറസി 96% കിട്ടി, പക്ഷേ AUC 76% കിട്ടിയുള്ളൂ. അത് രണ്ടും തമ്മിൽ എപ്പോഴും സെയിം ആണെന്നില്ല, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് 20% ഡിഫറൻസ്. അത് ഇച്ചിരി ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. അപ്പൊ ഇതും ഒരു ദിസ് ഈസ് എ വൺ വേ, അനദർ വേ ടു നോ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം. ഇഫ് ദർ ഈസ് എ ഹ്യൂജ് ഡിക്രീസ് ഇൻ AUC as compared to the accuracy, then there might be a problem in the class because due to class imbalance, just because you didn't take care of that thing. So this പക്ഷേ ഈ AUC മാത്രം വെച്ചുകൊണ്ട് ക്ലാസ് ഇംബാലൻസ് ഉണ്ടോന്ന് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു ലുക്ക് അറ്റ് എന്താ പറയുക, ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കണം. സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, ബാലൻസ്ഡ് അക്യുറസി, ഇതെല്ലാം കൂടെ നോക്കി. ബട്ട് സ്റ്റിൽ even in a class imbalanced data set, AUC is a much better metric to assess the performance of a machine learning model as compared to the accuracy. ഇത് 0.7604 ഉണ്ട്. ഇത് നമ്മുടെ മോഡൽസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം പ്രഡിക്ഷൻ, റോ പ്രഡിക്ഷൻസ് എല്ലാം സെയിം ആയിരുന്നല്ലോ, അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടാമത്തെ മോഡൽ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. അതിന് ബ്ലൂ ലൈൻ നമ്മൾ കൊടുത്തു. ആദ്യത്തെ മോഡലിന്റെ ഒരു റെഡ് ലൈൻ ആയിരുന്നു. അപ്പൊ ഇതിന് 0.7614 ആണ്. ആദ്യത്തെ എത്ര 7604 ആയിരുന്നു. ദിസ് ഈസ് ലിറ്റിൽ ബിറ്റ് ബെറ്റർ. അതായത് നമ്മുടെ റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ ഈസ് ലിറ്റിൽ ബിറ്റ് ബെറ്റർ ബിക്കോസ് AUC ഈസ് ബെറ്റർ. അത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ കൂടുതലുണ്ട് ഈ ഏരിയാസിലൊക്കെ. അപ്പൊ അതിന്റെ ഏരിയ അണ്ടർ ദ കർവ് ഈസ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ഹയർ ദാൻ ദ അവർ ഫസ്റ്റ് മെഷീൻ ലേണിംഗ് മോഡൽ. പക്ഷെ നല്ല ഓവർലാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിവേ ദ റോ പ്രഡിക്ഷൻസ് വെയർ സിമിലർ, ബട്ട് സിൻസ് ദ പ്രഡിക്റ്റഡ് പ്രോബബിലിറ്റീസ് ആർ ഡിഫറെന്റ്, ആ ത്രഷോൾഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വി മൈറ്റ് ഗെറ്റ് സം ഡിഫറൻസസ്. അപ്പൊ അതാണ് ഈ കർവ് കംപ്ലീറ്റ്ലി ഓവർലാപ്പ് ചെയ്യാതെ പോകുന്നത്. പിന്നെ അടുത്തത് നമ്മൾ നോക്കുവാണെങ്കിൽ അവർ മീഡിയൻ ഇമ്പ്യൂട്ടേഷൻ ആയിരുന്നു. അപ്പോൾ മീഡിയൻ ഇമ്പ്യൂട്ടേഷൻ ആക്ച്വലി ഈ മൂന്നിലെ ഏറ്റവും കുറവ് AUC അതിനാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പ്രെറ്റി മച്ച് കമ്പയറബിൾ. അപ്പം അതാണ് ബേസിക്കലി ഈ ROC കർവ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ കോഡ് ഷെയർ ചെയ്യാം. അപ്പം ഈ ROC കർവ് നിങ്ങൾക്ക് വേറെയും പാക്കേജുകളൊക്കെ ഉണ്ട്. ഞാനൊരു കസ്റ്റം ഫംഗ്ഷൻ ഞാൻ തന്നെ എഴുതി, അത് makes it a little bit easier. But I think ggplot2 and all, they all have some ROC curve functions. ഞാനത് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. But it should be there. Definitely it will be there. അപ്പം അതാണ് ഇതുള്ളത്. അപ്പം നമുക്ക് ഈ ക്ലാസ് ഇംബാലൻസ് എന്നുള്ളത് ഐ തിങ്ക് മേ ബി വി ക്യാൻ ടോക്ക് ടുമോറോ, അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പൊ അത് ഡീൽ ചെയ്യാനായിട്ട് ആക്ച്വലി ദർ ആർ മെനി മെത്തേഡ്, ബട്ട് ഫോർ മെത്തേഡ്സ് ആർ യൂഷ്വലി യൂസ്ഡ്. അപ്പൊ അതാണ് ഈ മറൂൺ കളറിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കത് നാളെ ഇതിനെപ്പറ്റിയും പിന്നെ വേറൊരു രണ്ട് മെഷീൻ ലേണിംഗ് മോഡൽസിനെ പറ്റിയും നമുക്ക് പറഞ്ഞിട്ട്, ലൈക്ക് റാൻഡം ഫോറസ്റ്റ് ആൻഡ് ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് മെഷീൻ. അപ്പൊ ആ രണ്ടൊരു മോഡൽസിനെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ തിങ്ക് വി ഷുഡ് ബി ഗുഡ്. ഇപ്പം നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? That's very clear. ഓക്കെ, താങ്ക് യു സർ. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക്